എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കതിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഒരു ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഷൂട്ടിൻ്റെ സമയത്ത്. കാരണം അപ്പയും അമ്മയും ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രിപ്പറേഷൻസിനെ പറ്റി എത്ര തയ്യാറെടുപ്പുകളും തന്നെയുണ്ട്. ആക്ച്വലി ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഷൂട്ടിന് മുൻപായിട്ട് നാട്ടിലുള്ളവരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമകൾ കണ്ടിട്ട് കുറേ റെഫറൻസസും നോട്ട് ചെയ്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ലൈക്ക് മൈ ഓൺ വേ ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ശ്രമമായിരുന്നു ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഐ ഫീൽ ലൈക്ക് ഐ വാച്ച് ലൈക്ക് ലോട്ട് ഓഫ് മൂവീസ്. അതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ ഓബിയസ്ലി ജൂഡേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്നെ പറ്റിയിരുന്നു. അത് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. കാരണം ഓരോ സീനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പോയിന്റ് ഔട്ട് ലൈക്ക് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ പെർഫെക്ഷനിസ്റ്റ്. അപ്പോൾ കിട്ടുന്നത് വരെ ഈ കീപ്സ് ട്രൈങ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ആൻഡ് ഇവൻ സാക്കുമാർക്ക് കുറേ എക്സസൈസസ് ഇവൻ കണ്ണിനെ പറ്റി അങ്ങനെ കുറേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഈ ഒരു ടീം കിട്ടിയത് തന്നെയാണ് ആക്ച്വലി വെരി ലക്കി. ബിക്കോസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബി ഏബിൾ ടു ഡു വാട്ട് ഐ ഡിഡ്. ബട്ട് അതായിരുന്നു എൻ്റെ ഒരു ഹോൾ പ്രോസസ്സ്. ഒരു വിസ്മയമാണ് നമ്മൾ മലയാളി, പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി പറയാം. എല്ലാ രീതിയിലും ആസ് എൻ ആക്ടർ പേഴ്സണൽ ലൈഫിലും ഒക്കെ അദ്ദേഹം വലിയ മാതൃകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞ് ഞാൻ പണ്ട് പറഞ്ഞ ഇൻസിഡൻറ്റ്. കാരണം പലരും ഞാൻ ചുമ്മാ തള്ളിനാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയും ലാലേട്ടൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ ലാലേട്ടൻ്റെ അനുവാദത്തോട് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇത് മുന്നിലിരുത്തി കൊണ്ട് പറയുകയാണ്. അതൊക്കെ നടന്ന സംഭവമാണ്. ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ മോള് അത് ഞാൻ അധികം ദിവസം മോളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ മോളെ കണ്ട ആ നിമിഷം മുതൽ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അത്രയും സിൻസിയറായിട്ടുള്ള ഒരു കുട്ടി ആ ചിരിയിൽ തന്നെ അത് കാണാം, അത്ര സിൻസിയറാണ്. അപ്പോൾ അതാണ് വിസ്മയ. എനിക്ക് അത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത്ര ഇനി ഇടയ്ക്ക് വന്ന ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി വിസ്മയ എന്താണ്. അപ്പോൾ ഇനി വിസ്മയ എന്ന ആക്ട്രസ് എന്താണെന്ന് നമ്മൾ 7-ാം തീയതി കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് സന്തോഷമാണ് ഈ സിനിമയിൽ വരാൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ മകൻ്റെയും മകളുടെയും കൂടെ അഭിനയിക്കാൻ സാധിക്കുക അത് അപൂർവമായൊരു ഭാഗ്യമാണ്. ഈ തുടക്കം സിനിമയിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരിക്കും. ആ സിനിമയിൽ വരാൻ കഴിഞ്ഞത് നല്ല റോളൊക്കെയാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും മനോഹരമായൊരു നിമിഷമുണ്ടായത് ഈ എൻ്റെ അവസാന ദിവസം, അതായത് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്ന നേരത്ത് വിസ്മയായി ചോദിച്ചു, വിസ്മയ കയറവല്ലുണ്ടെന്നോ. ഞാൻ ഒന്ന് വിളിക്കാൻ പറഞ്ഞ് വിസ്മയ വേണ്ടി ഇറങ്ങി വന്നു. ഞാൻ മോളോട് പറഞ്ഞു, മോളെ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണ്. ഓ ശരി ചേട്ടാ, സന്തോഷം. ഞാൻ പറഞ്ഞു മോളുടെ അച്ഛൻ്റെ സിനിമയിൽ നാളെ രാവിലെ ഞാൻ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ലാലേട്ടനോട് ഞാൻ അതിമനോഹരത്തിൽ അഭിനയിക്കാൻ പോകണം. അതൊരു വല്ലാത്ത മൂമെൻ്റാണ്. മകളുടെ സിനിമയിൽ നിന്ന് അച്ഛൻ്റെ സിനിമയിലേക്ക്. ഇനി ചിലപ്പോൾ ഒരു അതിമോഹമാണ് മോനെ ദിനേശാന്ന് ലാലേട്ടൻ പറയരുത്. ഇനി ലാലേട്ടൻ്റെ സിനിമയിൽ ഞാൻ അവസാനം പറയും, ലാലേട്ടൻ ഞാൻ വിസ്മയുടെ പടത്തിലേക്ക് നാളെ രാവിലെ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നൊരു സന്തോഷമാണ്. തുടക്കത്തിന് എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ.